വരുന്നില്ലത് കോപ്പൊന്ന് കളഞ്ഞിടന്ന് ബസ് എന്നിട്ടുള്ള ബാബല ഫുഡ് കഴിക്കാൻ പോവാ. കാശുണ്ടോ പോവാനായിട്ട്? അത് നിന്റെ ഇല്ലേ പേഴ്സൊക്കെ ഉണ്ടല്ലേ? ആകെ പഴാണിത്. ഇതിനാണ് നീ പേഴ്സ് പറഞ്ഞത്. ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ പോലും വിശ്വസിക്കൂല്ല. ഒരു പണിയില്ല, കാശും ഇല്ല, മുടിയും പോയി. എന്നാൽ 10-30 വയസ്സിനുള്ളിൽ ഇത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നമുക്ക് മാത്രം ഉണ്ടാവും കേട്ടോ. നമുക്ക് മാത്രമല്ല, നീ മാത്രം ഉണ്ടാവുള്ളൂ. എനിക്ക് 30 ആയിട്ടില്ല. ഓ, അതാണ് ഇപ്പൊ വലിയ കാര്യം. അത് വലിയ കാര്യമാണ്. എന്ത് ചെയ്യും? എടാ നമുക്ക് ധർമ്മോന്റെ അടുത്ത് പോയാലോ? ഏത് ധർമ്മോ? എടാ ഈ ധർമ്മല്ലേ, ധർമ്മോ? ഏത് ധർമ്മോ? ഏതാണ് ഈ ധർമ്മൻ? എടാ ധർമ്മോന്റെ ഹോസ്പിറ്റല്. ധർമ്മന്റെ ഹോസ്പിറ്റലാ? ആരാണ് ഈ ധർമ്മൻ? ഈ മുടിയുടെ കാര്യമൊക്കെ നോക്കൂലേ ധർമ്മോ? എടാ അത് ഡെർമറ്റോളജിസ്റ്റ്. എടാ അത് ഇംഗ്ലീഷില്, മലയാളത്തിൽ പിന്നെ ധർമ്മം എന്നൊക്കെ പറയണത്. അവിടെ പോയാലോ? അവിടെ പോകാൻ കാശുണ്ടോ? അവിടെ കാശ് ഉണ്ടാക്കണം. മുടി പോയാ വരുമോ? ഈ മുടിക്കൊക്കെ വേണ്ടി നീ ആശുപത്രി ഒന്നും പോകേണ്ട കാര്യമില്ല. നല്ല ഒന്നാം തരം പച്ചവെന്ന് എനിക്കറിയാം. അറിയോ? നല്ല ഒറിജിനൽ ആടലോടകവും കുറുന്തോട്ടിയും കൂടി ഇല്ല, വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ടേ ആ എണ്ണ തലയിൽ തേച്ചാൽ മതി. ആരെ തല തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ മുടി ഷർന്ന് അങ്ങ് വളരും. മുടി ഷർന്ന് വളരില്ല. ഇത് നീ കുറച്ച് ഗോമൂത്രം കാര്യങ്ങളൊക്കെ ചേർത്തിട്ടേ വാഴക്ക് തടക്കി ഇട്ടിട്ടുണ്ടെങ്കിലല്ല നല്ല കൊല ഉണ്ടാവും, അല്ലാണ്ട് മുടി ഉണ്ടാവില്ല. നീ പണ്ട് കുറെ അരച്ച് തേച്ചിട്ടുണ്ടല്ലേ, എന്നിട്ട് ഒന്നും കാണാനില്ല. എടാ അന്ന് നല്ല ആടലോടവും നല്ല കുറുന്തോട്ടിയും കിട്ടാണ്ടായില്ല. ഇന്നിപ്പോ ഞാനേ വയനാട്ടിൽ നല്ല ഒന്നാം തരം ആടലോടവും കുറുന്തോട്ടിയും മൂപ്പന്മാരെ അടുത്ത് വന്നിട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. അടുത്ത ആഴ്ച സാധനം വരും. വേണമെന്നുണ്ടെങ്കിൽ സാധനം പറ. നിനക്കൊക്കെ നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യത്തിലുള്ള അധിഷ്ഠിതമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തെ പറ്റി ബോധമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ തനതായിട്ടുള്ള വേരുകളിലോട്ട് ഇറങ്ങിച്ചേരണം, എന്നിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അതെന്താന്ന് പറയാ, ബോധം ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്. ബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാണ്ട് ധർമ്മോന്റെ അടുത്ത് വന്നത്. കേട്ടാ, ഞാൻ കാണിച്ചു തരാം. നീ 2 മാസത്തിനുള്ളിൽ എന്റെ മുടിയിട്ടതൊക്കെ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നീ വേണമെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ റെഡിയാക്കി തരുത്. അല്ലാണ്ട് നീ അടിസ്ഥാനപരമായിട്ട് വയനാട്ടിലെ കുറുന്തോട്ടി ആട്ടുംകാട്ടൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ തന്നെ ഉള്ളത് ഇന്നേം പോവും. കാശില്ല, ഒരു 10 രൂപ കണ്ടു. ഇപ്പൊ 10 രൂപ ഉണ്ടാവില്ല. എന്റെ ഒരു 10 രൂപ ഉണ്ട്. ഇപ്പൊ പൊടിയാവാ പച്ചനി കിട്ടാ. പച്ച ഇറങ്ങി ഓടിച്ചാൽ മതി.